നായകനായിട്ടുള്ള തീർച്ചയായിട്ടും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രത്യേകിച്ചും ഇതൊരു സുഹൃത്ത് ബന്ധത്തിൽ നിന്നും ഉടലെടുത്ത ഒരു ചിത്രമാണ്. ഈ പറഞ്ഞ പോലെ ഷോർട്ട് ഫിലിമിലേക്ക് മാറിയ ഒരു ചിത്രമാണ്. വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു ചിത്രത്തിലൂടെ എനിക്കുണ്ടായിരുന്നത്. സൗഹൃദപരമായ ഒരു സെറ്റും ഒക്കെ ആയിരുന്നു. വളരെ നന്നായിരുന്നു. ഒരുപാട് ത്യാഗം സഹിച്ചൊരു നായകനുണ്ട്. തീർച്ചയായിട്ടും ഞാനൊരു പ്രവാസിയാണ്. ഈ പറഞ്ഞ പോലെ ഒരു 1.5 വർഷത്തെ ഒരു നീണ്ട ഒരു ചിത്രീകരണമായിരുന്നു. അത് ഒറ്റ ഒരു ഷെഡ്യൂളായിട്ടൊന്നും അല്ല പോയത്. ഇപ്പൊ പല പ്രാവശ്യം എനിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നല്ല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എങ്ങനെയൊക്കെയോ എന്താ പറയുന്നത്, ഒരു സിനിമയോടുള്ള ഒരു ഇഷ്ടം അല്ലെ ഒരു സ്നേഹം അത് മനസ്സിൽ നിൽക്കുന്നതുകൊണ്ട് അതൊക്കെ തരണം ചെയ്ത് ഇതിന്റെ ഒരു അവസാനം വരെ, അതായത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സന്ദർഭം വരെ കൂടെ നിൽക്കുവാൻ സഹായിച്ചു. അതിന് ജഗദീശ്വരൻ ഞങ്ങളെ സഹായിച്ചു. തീർച്ചയായിട്ടും ഒരു വലിയ സിനിമയൊന്നുമല്ല എങ്കിലും ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഈ ചിത്രത്തിന്റെ കഥ നിലനിൽക്കും. അവര് തന്നെ ഇതിനൊരു അഡ്വർടൈസ്മെന്റ് ആകും എന്നൊരു പ്രതീക്ഷയാണുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഒരു പ്രയത്നം അല്ലെ സഹകരണം ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായി അഭ്യർത്ഥിച്ചോളൂ. തീർച്ചയായിട്ടും ഇപ്പോഴും പ്രവാസി തന്നെയാണ്. ഞാൻ ഇന്ന് രാവിലെ വന്നതേ ഉള്ളൂ. ഇതിനു വേണ്ടി രാവിലെ നേരെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്നിട്ട് ഇങ്ങോട്ട് എത്തിയതേ ഉള്ളൂ. തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം ഇരുന്ന് കാണുവാനുള്ള ഒരാഗ്രഹവും ആകാംക്ഷയും ഒക്കെയാണ് എന്നെ അതിന് പ്രേരിപ്പിക്കുകയും ഇവിടെ എത്തുവാൻ സഹായിക്കുകയും ചെയ്തത്.